പേടി 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 തീരുമാനം ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഗൈസ്, അടുത്തത് മ്യൂസിക്കൽ ചെയർ ആണ്. ഇപ്പൊ ഫസ്റ്റ് ഗെയിമിന് ഞങ്ങളുടെ ടീമിന് വേണ്ട വിധത്തിൽ ജയിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ ഗൈസ്, അടുത്തത് നമ്മുടെ എക്കാലത്തെയും ക്ലാസിക് ഗെയിം ആയിട്ടുള്ള കസേര കളിയാണ്, മ്യൂസിക്കൽ ചെയർ ആണ്. അപ്പൊ അത് ഫസ്റ്റ് കിഡ്സിന്റെ ആണ്. അപ്പൊ കുട്ടികളുടെ കളിത ഇവിടെ നടത്താൻ പോവുകയാണ്. നമ്മൾ എന്തായാലും ജയിക്കും. അവർ കുറെ ഫൗൾ പ്ലേ ചെയ്തിട്ട് കഴിഞ്ഞ ഗെയിമിന് ജയിച്ചെന്ന് വിചാരിച്ചിട്ട് എല്ലാ ഗെയിമും അങ്ങനെ ആകണമെന്നില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഈ ഗെയിമിന് ജയിച്ചിരിക്കും. കള്ളക്കളി ടീമിനെ തോപ്പിക്കുന്നത് ഒന്നുമില്ലേ? ഒന്നല്ല നമ്മളെ പ്ലെയർ അടിച്ചു മാറ്റാൻ നോക്കുന്നു. വാ മോനെ, ഒരാഗ്രഹമില്ല. എന്നാ ചോദിക്കട്ടെ, ബ്ലൂ ആയിരിക്കാണ്ടെന്ന് ചോദിക്കട്ടെ, മൊത്തം വരും. എനിക്ക് കാണണ്ടോ, പേടിയാവണ. ഇങ്ങനെ ഇനി ഒരു ബ്ലൂ ഒരു ഗ്രീൻ ആണുള്ളത്. അത് നമ്മുടെ കിടുവും അമ്മയും ആണ്. അമ്മയെ ഓൾ ദി ബെസ്റ്റ് കിടു. വലിയവരുടെ കസരകളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലെന്തായാലും ഇതിലും ഗ്രീൻ തന്നെ നിങ്ങളുടെ ടീമിൽ എല്ലാവരും ഔട്ടായി. കപ്പ് വരുന്നുണ്ടോ? കുട്ടികൾക്കായിട്ടുള്ള ഗെയിമാണ് ഗൈസ്. അടുത്തത് റിസ്ക് കളി തുടങ്ങാം. 1 2 3 സ്റ്റാർട്ട്. എടാ കളി കഴിഞ്ഞു, അവിടെ കടിച്ചു. ഫസ്റ്റ് എടാ ബ്ലൂ ടീം ജയിച്ചു. സ്റ്റാർട്ട്. എവിടെയായിരുന്നു നമ്മളെ?
അടുത്ത് ഇനി അടുത്ത ഉറിയെടുക്കാം. ഗൈസ് അടുത്തത് ഇനി ഉറിയടി മത്സരമാണ്. അപ്പൊ നമ്മുടെ പച്ച ടീമിന് എത്ര പേരുണ്ട് ഉറിയടിക്കാൻ? എല്ലാരും ഉണ്ട്. ഓ യെസ് യെസ്. എടാ കണ്ണടച്ചിട്ടായിരിക്കും കേട്ടോ മറക്കണ്ടത്. ഇതൊന്നും ഇനി ഉറിയടിയാണ്. ഞങ്ങൾ നേർക്ക് നേർ കളിക്കാൻ തോറ്റിട്ടൊന്നുമില്ല. അവളെ ഒറ്റ വെച്ച് അവളെ ഡിസ്റ്റർബ് ചെയ്യണം. കൊച്ചിനെ കൊണ്ട് ഇങ്ങോട്ട് പോകണ നീ. അയ്യോ നാട്ടുകാര് വിചാരിക്കും ഇവിടെ എന്തോ സംഭവം നടക്കണം. അത്രയും ശബ്ദം വേണ്ട. എന്താണ് എടുത്താക്കി കൊടുക്കണേ. അടി സമയം കഴിഞ്ഞു. ഗൈസ് ഇനി നമ്മുടെ വൺ ഓഫ് ദ ടീച്ചറാണ് കളിക്കാൻ പോകുന്നത്. കുട്ടികളുടെ മുന്നിൽ ടീച്ചർക്ക് ജയിക്കാനാകോ എന്ന് നമുക്ക് നോക്കാൻ കഴിയും. കുട്ടിയും ടീച്ചറൊന്നുമില്ല, ബ്ലൂ ടീം. എന്താ അടിക്കൊണ്ടായി പറഞ്ഞ കൊണ്ടാ മതി പറഞ്ഞ ഇല്ല പൊട്ടും. തട്ടിയാ മതി ഊരി പൊട്ടണ. അതല്ലേ നിയമം ആദ്യം പറയണം. ഇല്ല പിന്നെ ഉറിക്ക് കൊണ്ടാ പോരെ. ഉറി അടിയെന്നല്ലേ പറഞ്ഞു. ഉറിക്ക് അടി കിട്ടിയില്ലേ? ഉറി പൊട്ടിന്നല്ലേ. ഉറി അടിയെന്നല്ലേ. ഉറിക്ക് അടി കിട്ടിയില്ലേ? അതുപോലെ ഉറിക്ക് അടി കിട്ടി. അടുത്തെങ്കിലും എത്തിയില്ലേ? അതെ ഞാനോ? എനിക്ക് പേടിയാ. നീ പറഞ്ഞു ലെഫ്റ്റിലോട്ട് പോയാലോ അല്ലെങ്കിൽ റൈറ്റിലോട്ട് പോവാം. എന്റെ മോനെ എടാ മെല്ലടാ. ഇതിന് രാമ തോക്കും. അയ്യോ അവനാ ജില്ലയില്. അവന് അടുത്തൊക്കെ വരണ്ട. നമ്മുടെ ഊരി അങ്ങനെ രാമൂട്ടനും കുറി അടിക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നെ ജസ്റ്റിനെ അടിക്കാൻ. എന്റെ മുട്ടിയായിരുന്നു ഇവിടെ.
ഷോൾഡറിലല്ലേ അത് താത്തിയപ്പോ മുട്ടി. അപ്പൊ ഗൈസ് മത്സരങ്ങൾ ഏകദേശം എൻഡിങ്ങിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ആകെ ഒരു മത്സരം കൂടെ ഉള്ളൂ, അതാണ് നമ്മുടെ വടംവലി. അപ്പൊ വടംവലി നമ്മുടെ പിള്ളേരിലല്ലേ, അപ്പൊ നമ്മളാണ് വടംവലിക്ക് ജയിക്കാൻ പോണത്. ഗ്രീൻ അച്ഛന്മാരെയൊക്കെ വിളിക്കും, എല്ലാരെയും വിളിക്കും. ഞങ്ങളുടെ ക്യാമറ അല്ലെങ്കിൽ എയർപോർട്ട് വേണം, ഞാൻ വേണം. എയർപോർട്ട് വേണം, ഞാൻ വേണം. ജയിച്ച എയർപോർട്ട് ഇരിക്കാൻ ഇവരെ കൊണ്ടുവര. ഓക്കെ ശരി, ഒരു റൗണ്ട് എനിക്ക് വലിക്കും, ഒരു റൗണ്ട് എനിക്ക് വലിക്കും. ഓക്കെ ആണോ? ഒരു റൗണ്ട്. ആ നീ കള്ളക്കളി കളിക്കും. റെഡിയാ? പിടിച്ചോ, കമ്മാട്ടായി പിടിച്ചോ, 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 പിടിച്ചോ. ഹലോ, ഒന്ന് മണ്ടന്മാരെ ഇപ്പറമ്പ ഇപ്പറമ്പ. നീ അവിടെ നില്ല് സാപ്പേ. വീണാ മതി, ഒരുത്തരും മേടിക്കും. കമ്മ ടൈറ്റ് ആവുന്ന അപ്പം മേടിക്കുന്നേ, ഒന്നും നോക്കണ്ട. അവിടെ സ്പേസ് ഇല്ല. അനക്കല്ലേ സ്റ്റേ, അവൻ കേറിയിട്ടില്ല, അവനക്ക് കയറാൻ പാടില്ല. അല്ലെങ്കിൽ ഞാൻ കേറി കള്ളക്കളി കളിച്ചേ. ഞാൻ കള്ളക്കളി കളിക്കാത്ത ഒരാളാണ്. ഒറ്റ വേറെ വഴിയില്ല. എത്ര പോയിന്റ് എത്ര ഇത് കള്ളക്കളി അടിമാടന്മാരെ. അങ്ങനെ ഞങ്ങൾ ഓവറോൾ ട്രോഫിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം ഈ ജയം ഞങ്ങളുടെ തന്നെയാണ്. കാരണം അതികഷ്ടമായ കളികളാണ് നമ്മൾ ജയിച്ചത്, അല്ലേ? അതെ, മ്യൂസിക്കൽ ചെയർ ഞങ്ങളുടെ കുട്ടികളും ജയിച്ചു, അഡൾട്ടും ജയിച്ചു. വടംവലി മല്ലന്മാരുടെ കളിയെ വടംവലി ഞങ്ങൾ നിഷ്പ്രയാസം ജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും എവറോളിൻ ട്രോഫി ഞങ്ങൾക്കാണ് ഗൈസ് സ്വന്തമായിട്ടുള്ളത്, അല്ലേ? അതുകൊണ്ട് ഇവിടെ നിന്ന് സത്യാഗ്രഹം ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവർഗോളിൻ ട്രോഫി കൊണ്ടുപോകും. ഇല്ല, ഞങ്ങൾക്ക് എന്റെ ആവശ്യമില്ല, ഞങ്ങളാണ്. ഇതറിയട്ടെ, അമ്മക്ക് ഇപ്പൊ ഇവിടെ പ്രശ്നം നടക്കുക. ഓ ഇത്രയും വലിയ ടെൻഷൻ വേറെ ഒന്നും വന്നിട്ടില്ല എന്ന് പറയുന്ന പോലെ SLC വരച്ചു. ആന്നേ, ഒരിതും വേണ്ട, തോറ്റ് വേണ്ട, ഒരിതുമില്ല. തോറ്റ ഞങ്ങൾ പോട്ടേന്ന് വെക്കും. പേടി തോറ്റ് ഇതിന്റെ അപ്പുറം നിങ്ങൾക്കൊന്നും വേണ്ട, തോറ്റ്. അയ്യോ, 34 പോയിന്റ്. ഓക്കെ, എനിക്ക് മനസ്സിലായി കേട്ടോ.
ഇതെന്താണ് കോല? ജയിച്ച ടീമിന്റെ ഫോട്ടോ എടുക്കാൻ ജയിച്ചരുവാ. തോറ്റരു വരണ്ടേ? ജയിച്ച ടീം എന്താ പച്ചകള് പോരാണ്. കിടുവാണ് അവസാനം വരെ. അടുത്ത ആയിട്ടേ ഇനി കുറച്ച് പേരെ കാണാനുണ്ട്. ഗെയിം ആവുമ്പോൾ അതിന് ജയം ഉണ്ടാവും, തോൽവി ഉണ്ടാവും. ഞങ്ങള് അതെ ആരും പേടിക്കണ്ട. തോറ്റു തോറ്റില്ലേ? തോറ്റു. അച്ഛൻ വന്നൊരു കാര്യം പറയട്ടെ. വെറുതെ എന്തിനാ ഇങ്ങനെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അതോടുകൂടി നമുക്ക് വൈൻഡപ്പും ചെയ്യും. ജയിച്ചേച്ച് മടുത്തേ, എന്ത് ചെയ്യാനാ? ഡാൻസിൽ നമ്മളെ തോപ്പിക്കാൻ പറ്റില്ല ഗൈസ്. ഇനി അവസാനമായിട്ട് നമ്മുടെ പ്രോഗ്രാം എൻഡ് ചെയ്യുന്നത് ഒരു ഡാൻസ് ബാറ്റിൽ ആയിട്ടാണ്. അപ്പോൾ ഇതൊരു കോമ്പറ്റീഷൻ ഒന്നല്ല കേട്ടോ, നമ്മുടെ കുട്ടികൾക്ക് ജസ്റ്റ് ടു ബൂസ്റ്റ് ദർ കോൺഫിഡൻസ്. അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മളൊരു സ്പേസ് കൊടുത്തേക്കാണ്. അതിൽ കുറേ പേരൊക്കെ പോയി. അപ്പോൾ ബാക്കിയുള്ള പിള്ളേർക്ക് ജസ്റ്റ് ഫോർ എൻ എൻജോയ്മെന്റ് നമ്മൾ ഇതൊന്ന് കണ്ടക്ട് ചെയ്യാണ്. ആൻഡ് ഇതോടുകൂടെ നമ്മുടെ ഓണാഘോഷം ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാറ്റിലേക്ക് കിടക്കാം. കഴിഞ്ഞ